ലോകസ്ഥാപനത്തിൻ്റെ മുമ്പേ പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്ത പിതാവായ ദൈവത്തിന് ഈ രാത്രിയിൽ സ്തുതിസ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലി തന്ന് നമ്മെ പാപത്തിൻ്റെ അന്ധതയിൽ നിന്നും ഉദ്ധരിച്ച നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവർക്കും ക്രിസ്തീയ അഭിവാദനങ്ങളെ അർപ്പിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. സമയം നമ്മുടെ മുൻപിൽ വളരെ പരിമിതമാണ്. എങ്കിലും നമുക്കൊരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിങ്കൽ ഏകാഗ്രമാക്കാം. സ്തോത്രം. ഒന്നും നഷ്ടപ്പെടാത്തവരായിട്ടാണ് നാം ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ആണല്ലോ? എന്തോ ആദ്യം മുതലേ എന്തോ നഷ്ടപ്പെട്ടവരെ പോലെ ഒരു തോന്നൽ എല്ലാവർക്കുണ്ട്. വന്ന വഴിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ കരുതട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലെ സന്തോഷത്തോടു കൂടെ ആയിരിക്കാം. സ്തോത്രം. നാം സന്തോഷമുള്ളവരാണോ? സ്തോത്രം. എന്താണ് നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം? മറ്റൊന്നുമല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ തന്നെ സന്തോഷിപ്പിൻ എന്നാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം. ആ ബോധ്യമുള്ളവർ ആ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് വിശേഷിച്ച് ഓർപ്പിക്കുന്നു. നാം ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്, വെക്കേഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ടീമുകളായിട്ട് പല സ്ഥലങ്ങളിൽ അയച്ചു. അതിൽ എറണാകുളം ഭാഗത്തേക്ക് അയച്ച ഒരു ടീമിനോട് ഒരു പട്ടത്വ സഭയിലെ പട്ടക്കാരൻ പെന്തക്കോസ്തുകാരെ കളിയാക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ ചിന്ത വേദപുസ്തകം നിങ്ങളുടെ കക്ഷത്തിലും ദൈവം നിങ്ങളുടെ പോക്കറ്റിലുമാണെന്ന. ഏതാണ്ട് ആ ഒരു പരുവത്തിലാണ് നാം പലപ്പോഴും ഇരിക്കുന്നത്. എങ്കിലും അതിൻ്റെ ഗുണം വേണ്ടത്ര ഉണ്ടോ, അതിൻ്റെ മണവും വേണ്ടത്ര ഉണ്ടോ എന്നത് സന്ദേഹം ജനിപ്പിക്കുന്നതുമാണ്. നാം ഈ പറഞ്ഞതുപോലെ വളരെ ഇടപഴകുന്ന ഈ തിരുവെഴുത്ത് ഏതാണ്ട് 3500 വർഷം പഴക്കമുള്ളൊരു പുസ്തകമാണ്. പക്ഷേ ഇതിലെ സന്ദേശങ്ങൾ ഇപ്പോഴും പുതുപുത്തനായിരിക്കുന്നു. ഇപ്പോഴും ഈ ദൈവവചനത്തിലെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ പര്യാപ്തമാണ്. ഈ തിരുവെഴുത്തിനെ കുറിച്ച് തന്നെ പല പേരുകൾ വിളിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് വിത്ത് എന്നാണ്. ഈ ദൈവത്തിന്റെ വചനം വിത്ത് എന്ന നിലയിൽ ഇതുവരെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ജനിച്ചിട്ടില്ലാത്തവരെ വീണ്ടും ജനിപ്പിക്കുവാൻ പര്യാപ്തമാണ്. ആ വിത്തിനാൽ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ ഭവനത്തിൽ ജനിച്ചു വീണ ശിശുക്കളായവരെ, ആത്മീയ ശിശുക്കളായവരെ രക്ഷയിലേക്ക് വളർത്തുവാൻ അതേ വചനം മായമില്ലാത്ത സമീകൃത ആഹാരമായ പാലാണ്. ആ പാല് കുടിച്ച് രക്ഷയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ യുവത്വമുള്ളവർക്ക് പാല് പോലല്ലോ, അവർക്ക് ഇത് കട്ടിയായിട്ടുള്ള ആഹാരമാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് വല്ല ദഹനക്കേടും പിടിച്ചാൽ അവർക്കിത് ഔഷധവും കൂടിയാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ തിരുവെഴുത്ത് വീണ്ടും ജനിച്ചിട്ടില്ലാത്തവരെ വീണ്ടും ജനിപ്പിക്കുവാൻ പര്യാപ്തമായ വിത്തും, വീണ്ടും ജനിച്ച ശിശുക്കൾക്ക് രക്ഷയിൽ വളരുവാൻ പര്യാപ്തമായ പാലും, മായമില്ലാത്ത പാലും, ആത്മീയ ആരോഗ്യമുള്ളവർക്ക് കട്ടിയായുള്ള ആഹാരവും, കൂടാതെ ആത്മീയ രോഗം ബാധിച്ചവർക്ക് ഔഷധവുമാണ്. ഈ 4ൽ ഏതു വകുപ്പിൽപ്പെട്ടവരാണ് നാമെങ്കിലും ഈ തിരുവെഴുത്തിന് നമ്മോട് ഇന്ന് രാത്രി ഒരു വ്യവഹാരമുണ്ട്. ഈ 4ൽ ഏതു വകുപ്പിൽപ്പെട്ടവരാണ് നാമെങ്കിലും ഈ ദൈവവചനത്തിന് നമ്മോടൊരു വ്യവഹാരമുണ്ട്. ആ വ്യവഹാരം നാം ഏറ്റെടുത്തുകൊണ്ട് തിരുമുൻപിൽ സന്തോഷിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഈ തിരുവെഴുത്തുകളിൽ നിന്ന് പങ്കുവയ്ക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി പുതിയ നിയമത്തിലെ ഏക
അനാഥ ലേഖനം എന്നറിയപ്പെടുന്ന എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം, നമുക്ക് വളരെ പരിചയമുള്ള 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നിങ്ങൾക്കായി വായിച്ച് കേൾപ്പിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 24 വരെ. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് ഫ്രം 18 to 24. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടായിരുന്നു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നാം വളരെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും ഒരുപക്ഷെ പ്രസംഗിച്ചിട്ടുള്ളതുമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. പഴയ നിയമത്തിൽ വളരെ പ്രാവീണ്യം നേടിയ ഏതോ ഒരു എഴുത്തുകാരൻ, പൗലോസ് ആണെന്നും അപ്പൊല്ലോസ് ആണെന്നും 2 വാദങ്ങളാണ് ശക്തിമെത്താൻ നിൽക്കുന്നത്. പഴയ നിയമ ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെയും യേശുക്രിസ്തു മറ്റെന്തിനേക്കാളും മറ്റ് ആരെക്കാളും ശ്രേഷ്ഠൻ എന്നുള്ള വസ്തുതയും ഈ പുസ്തകത്തിലൂടെ, ഈ ലേഖനത്തിലൂടെ പ്രതിപാദിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു പഴയ നിയമ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് നാം ഇപ്പോൾ ഇവിടെയല്ല വന്നിരിക്കുന്നത് എന്ന 7 കൂട്ടം കാര്യങ്ങളും, നാം എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന 8 കൂട്ടം കാര്യങ്ങളും ഇവിടെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ആ ഭാഗങ്ങൾ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് മറ്റെങ്ങോട്ടും പോകാതെ അത്രയും പറഞ്ഞിറങ്ങി വിടുകയാണ്. പ്രത്യേകിച്ച് 18-ാമത്തെ വാക്യത്തിൽ മാത്രമായി ലേഖകൻ പറയുന്നുണ്ട് നാം ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെയല്ല എന്ന്. അക്ഷരികമായ പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10 മുതൽക്കുള്ള വാക്യങ്ങളും ആവർത്തന പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും ഉൾപ്പെടുന്ന ഭാഗങ്ങളും ഒക്കെ ഉദ്ധരിച്ച് ഇവിടെ പറഞ്ഞിട്ട് 22, 23, 24 വാക്യങ്ങളിലായി ലേഖകൻ പറയുന്നു നാം ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ് എന്ന്. എവിടെയല്ല, എവിടെയാണ് നാം വന്നിരിക്കുന്നത്. എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് 8 കാര്യങ്ങളാണ് ലേഖകൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അവയിലേക്കൊന്നും പോകുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 8-ാമത്തേത് മാത്രം അല്പമായി നിങ്ങളുടെ മുൻപിൽ ഒന്ന് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 24-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നാം ഇങ്ങനെയാണ് വായിച്ചത്: ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നാം വന്നിരിക്കുന്നത്. നാം വന്നിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ആ രക്തം മറ്റാരുടെയുമല്ല, യേശുക്രിസ്തുവിന്റെ രക്തമാണെന്നുള്ളതും നമുക്കറിയാം. അവിടെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ആ വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും അത് മുഴുവനും വേണ്ടതുപോലെ പറയുവാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിസ്തുലതയെ കുറിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ബന്ധപ്പെട്ട ചില വസ്തുതകൾ മാത്രം ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. എനിക്കറിയാം നാം ഇന്ന് കൂടി വന്നിരിക്കുന്നവർ ഏതാണ്ട് എല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ടവരും ഒരുപക്ഷെ തിരുമേശയിൽ പങ്കെടുക്കുന്നവരുമാണ്. അവരോട് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത, എൻ്റെ സ്നേഹത്തെ എൻ്റെ ജനത്തോട് അറിയിക്കുക എന്ന ചിന്തയാണ്. ആവർത്തിക്കുന്നു, ദൈവം നമ്മെക്കുറിച്ച് ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുന്നത് നാം കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക. കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ലഭിച്ച ഭൗമിക നന്മകൾ നോക്കിയാൽ പോരാ. ദൈവത്തിന്റെ സ്നേഹം നമ്മോടുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ നമുക്ക് ലഭ്യമായ ഉയർച്ചകൾ നോക്കിയാൽ പോരാ. ദൈവത്തിന്റെ സ്നേഹം ശരിയാവണ്ണം നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, കാൽവറി ഗിരിമുകളിലാണ്. അത് ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരും ഒരുപോലെ ആ ക്രൂശിലേക്ക് കണ്ണുകളുയർത്തി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ലേഖകൻ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി നമ്മോട് പറയുന്നത്, നാം ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുമ്പോൾ, ഈ കൂടാരത്തിനകത്തായിരിക്കുമ്പോൾ, ഈ ചർച്ച് കോംപ്ലക്സിനകത്തായിരിക്കുമ്പോഴും നാം ആയിരിക്കുന്നത് ഈ പറയപ്പെട്ട ഭാഗങ്ങളെക്കാൾ വളരെ പ്രധാനപ്പെട്ടതായി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. സ്തോത്രം. നാം ഇന്ന് രാത്രി വന്നിരിക്കുമ്പോൾ പ്രിയരെ, ഇവിടെ നാം വന്നിരിക്കുന്ന ഈ യോഗത്തിൽ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും അവൻ ഈ രക്തത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ള ഒരു തികഞ്ഞ ബോധം വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് രാത്രി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഭാഗം, ഹാബേലിന്റെ രക്തത്തെക്കാൾ യേശുവിന്റെ രക്തം എന്താണ് ഗുണകരമായി സംസാരിക്കുന്നത്? ഹാബേലിന്റെ രക്തത്തെക്കാൾ യേശുവിന്റെ രക്തത്തിന് എന്താണ് പ്രസക്തി? കുറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിനെ അഭ്യസിപ്പിച്ച, എന്നെ പഠിപ്പിച്ച 15 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാനൊന്ന് കുറിച്ചുകൊണ്ട് വന്നിട്ടുമുണ്ട്. സ്തോത്രം. ഞാനൊന്ന് വായിച്ചു മാത്രം വിടാം, വിവരിക്കുവാൻ ഞാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം. എന്താണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ യേശുവിന്റെ രക്തത്തിനുള്ള പ്രാധാന്യത? എന്താണ് അത് ഗുണകരമായി സംസാരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഹാബേൽ മാനവ ചരിത്രത്തിലെ ഒന്നാമത്തെ വിശ്വാസിയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ഹാബേലിന്റെ രക്തം കേവലം ഒരു വിശ്വാസിയുടെ രക്തമായിരിക്കുമ്പോൾ, യേശുവിന്റെ രക്തം വിശ്വാസത്തിന്റെ നായകനും വിശ്വാസം അതിന്റെ നിവർത്തി വരുത്തുന്നവനുമായ, പൂർത്തി വരുത്തുന്നവനുമായ രക്ഷകന്റെ രക്തമാണ്. ഒന്നാമത്തെ വ്യത്യാസം, വിശ്വാസിയുടെയും വിശ്വാസത്തിന്റെ ആധാരമായ മശിഹയുടെയും രക്തങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നാം വിശ്വാസ വീരന്മാരുടെ പട്ടിക കാണുമ്പോൾ ആ പട്ടികയിൽ ഒന്നാമത്തെ ആള് ഹാബേലാണ് എന്നുള്ള വസ്തുത നമുക്കറിയാമല്ലോ. അയാൾ ഒന്നാമത്തെ വിശ്വാസിയായിരുന്നു. ഹാബേലിന്റെ രക്തത്തെക്കാൾ യേശുവിന്റെ രക്തത്തിലുള്ള രണ്ടാമത്തെ പ്രത്യേകത, ഹാബേലിന്റെ രക്തം ഒരു കൊലപാതകം നിമിത്തം ഒഴുക്കപ്പെട്ട രക്തമാണ്. എന്നാൽ യേശുവിന്റെ രക്തം കൊലപാതകം നിമിത്തം ഒഴുക്കപ്പെട്ട രക്തമായിരുന്നില്ല. ഇന്ന് രാത്രി ഓർക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു കൊലപാതകമായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം ആത്മഹത്യയായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം ദയാഹത്യ, മെർസി കില്ലിംഗ് ആയിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം അപകട മരണമായിരുന്നില്ല. യേശുവിന്റെ മരണം യാദൃശ്ചികമായി സംഭവിച്ചതായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം ഒരു എക്സിക്യൂഷൻ, വധശിക്ഷയായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം ഒരു മാട്ടിയിടം, രക്തസാക്ഷിത്വമായിരുന്നില്ല. യേശുവിന്റെ കാൽവറിയിലെ മരണം കേവലം ഒരു യാഗമൃത്യു ആയിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം ഒരു നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോയതായിരുന്നില്ല. എന്നാൽ ഹാബേലിന്റെ മരണവും തന്നിമിത്തം ഹാബേൽ ഒഴുക്കിയ രക്തവും വേറെ നിർവാഹമില്ലാഞ്ഞതുകൊണ്ട് ഹാബേലിന് ഒഴുക്കേണ്ടി വന്ന രക്തമാണ്. അത് കൊലപാതക നിമിത്തം ഒഴുക്കപ്പെട്ട രക്തമാണ്. യേശുവിന്റെ രക്തം അങ്ങനെയുള്ളതായിരുന്നില്ല. സ്തോത്രം. അല്പം കഴിഞ്ഞിട്ട് അതെന്തുകൊണ്ട് എന്നുള്ളതും കൂടെ ഞാൻ വിശദമാക്കാം. അടുത്തത്, ഹാബേലിന്റെ രക്തം ഒഴുക്കപ്പെടേണ്ടത് ഇന്നവിറ്റബിൾ, അത്
ഒരു അത്യാവശ്യമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം ഒഴുക്കപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു. ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായിരുന്നു യേശുവിന്റെ രക്തച്ചൊരിച്ചിൽ. എന്നാൽ ഹാബേൽ മരിച്ചില്ലായിരുന്നുവെങ്കിലും, ഹാബേലിന്റെ രക്തം ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിലും മാനവ കുലത്തിനൊരു നഷ്ടവും ഉണ്ടാകുമായിരുന്നില്ല. ഹാബേലിന്റെ രക്തം ഒഴുക്കപ്പെട്ടത് കൊണ്ട് മനുകുലത്തിനൊരു ഗുണവും ഒട്ടുണ്ടായില്ലതാനും. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം ഒഴുകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മനുകുലത്തിന് തീരാ നഷ്ടമായേനെ. യേശുവിന്റെ രക്തം ഒഴുകപ്പെട്ടത് മാനവ സമുദായത്തിന് മുഴുവനും ഏറ്റവും വലിയ പ്രയോജനവുമായി തീർന്നു. അതിന്റെ പ്രയോജനം ഞാനും നിങ്ങളിൽ കൂടെ അനുഭവിക്കുന്നില്ലേ? സ്തോത്രം. ഹാബേലിന്റെ രക്തം കൊണ്ട് നമുക്ക് വല്ല ഗുണവും ഉണ്ടായോ? എന്നാൽ യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് പ്രയോജനമില്ലേ? ഹാബേലിന്റെ രക്തം രക്ഷിക്കുന്ന രക്തമല്ല, യേശുവിന്റെ രക്തം രക്ഷിക്കുന്ന രക്തമാണ്. ഹാബേലിന്റെ രക്തം ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുന്ന രക്തമല്ല, യേശുവിന്റെ രക്തം ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുന്ന രക്തമാണ്. ഹാബേലിന്റെ രക്തം പാപപരിഹാരം വരുത്തുന്ന രക്തമല്ല, യേശുവിന്റെ രക്തം പാപപരിഹാരം വരുത്തുന്ന രക്തമാണ്. ഹാബേലിന്റെ രക്തം വിശുദ്ധ രക്തമല്ല. നമ്മുടെ വായിക്കുന്നു പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ കേവലം വിശുദ്ധം എന്നല്ല, അത് സിൻലെസ് ആൻഡ് ക്ലെൻസിംഗ് ബ്ലഡ്, പാപരഹിതവും പാപികളെ വിശുദ്ധീകരിക്കുന്നതുമായ രക്തമെന്നാണ് യേശുവിന്റെ രക്തത്തെ നാം ഇപ്പോൾ വായിച്ച 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് രാത്രി വന്നിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശ്രേഷ്ഠത ഹാബേലിന്റെ രക്തവുമായി തട്ടിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും വളരെ ആഴമായി അതിന്റെ വില മനസ്സിലാക്കണം. അത് നിമിത്തം നാം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ അഭ്യസിക്കണം. നമുക്ക് ലഭ്യമാകുന്ന താൽക്കാലിക ഭൗതിക നന്മകളെക്കാൾ എത്രയോ വലിയ നന്മയാണ് നമ്മുടെ ദൈവം യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതിലൂടെ നൽകി തന്നതെന്നോർത്ത് ആ കാൽവറിയെ ഓർത്തും കാൽവറിയെ കണ്ടും നിരന്തരം പഞ്ഞം കൂടാതെ ക്ഷാമം കൂടാതെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. സ്തോത്രം. ഞാൻ പറഞ്ഞുവല്ലോ, യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, രക്തം ഒഴുകുവാൻ പര്യാപ്തമായ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം 9 വിധ കാരണങ്ങൾ അല്ലെങ്കിൽ 9 വിധ മരണമല്ലായിരുന്നുവെന്ന് അതിൽ എല്ലാം കൂടെ ചേർത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നിക്കാണും, യേശുക്രിസ്തുവിന്റെ മരണം കൊലപാതകമല്ലായിരുന്നുവോ? യേശുക്രിസ്തുവിന്റെ മരണം ഒരു എക്സിക്യൂഷൻ വധശിക്ഷയല്ലായിരുന്നുവോ? യേശുക്രിസ്തുവിന്റെ രക്തം രക്തസാക്ഷിത്വ മരണമല്ലായിരുന്നുവോ എന്നൊക്കെ അല്ലായിരുന്നു എന്നാണല്ലോ നാം ചിന്തിച്ചത്. അതെല്ലാം കൂടെ ചേർത്ത് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി നമ്മുടെ ഒക്കെ ദൃഷ്ടി ആ കാൽവറിയിലേക്ക് ഉയരണം. സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ക്രൂശിൽ കേന്ദ്രീകരിക്കണം. മറ്റൊന്നും ഞാനും നിങ്ങളും കണ്ടില്ലെങ്കിലും യേശുവിന്റെ ക്രൂശ് നാം കാണാതെ പോകരുത്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന മാതാക്കളുണ്ടല്ലോ, ഒരു കുഞ്ഞിന് നിങ്ങൾ ജന്മം കൊടുത്തു. ആ കുഞ്ഞിനോട് നിങ്ങൾ മരിക്കും വരെ അല്ലെങ്കിൽ ആ കുഞ്ഞു മരിക്കും വരെ പറയാറുണ്ട്, നിന്നെ ജനിപ്പിക്കുവാൻ ഞാൻ സഹിച്ച വേദന നീ മറക്കരുതെന്ന്. എന്റെ അമ്മയുടെ വാർദ്ധക്യത്തിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രായപൂർത്തിയായ ശേഷവും എന്റെ അമ്മയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ജന്മം നൽകുവാൻ എന്റെ അമ്മയേറ്റ വേദനയെ കുറിച്ച്. അതിൽ നിന്നാണ് ഞാൻ ഈ കാര്യം കൂടുതൽ മനസ്സിലാക്കുന്നത്. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ, ഒരു കുട്ടിക്ക് ജന്മം നൽകുവാൻ ഒരു സ്ത്രീ സഹിച്ച വേദന ഇത്രമാത്രം ഉണ്ടെന്നും ആ കുഞ്ഞ് മരണം വരെയും ഓർക്കണമെന്നും ഒരു അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയോ പാപികളെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പ്രസവിച്ചിട്ട ആ പ്രസവഗൃഹമായ ക്രൂശിൽ കാൽവറിയിൽ യേശുക്രിസ്തു സഹിച്ച വേദനകൾ ഞാനും നിങ്ങളും അറിയണമെന്ന് ആ ദൈവത്തിന് ആഗ്രഹമില്ലേ? അതുകൊണ്ടല്ലേ തിരുമേശ എന്നൊരു ശുശ്രൂഷ പോലും നമ്മുടെ ഇടയിൽ ദൈവസഭയ്ക്കകത്ത് കർത്താവ് സ്ഥാപിച്ചു നൽകിയത് അവന്റെ മരണത്തെ ഓർക്കുവാൻ വേണ്ടി. ഇന്ന് രാത്രിയിൽ ഈ യോഗങ്ങളുടെ ആരംഭരാത്രിയിൽ മറ്റൊന്നും നാം ഓർത്തില്ലെങ്കിലും എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ജനിക്കുവാൻ അവസരം നൽകിയ കാൽവറിയിൽ നമ്മുടെ കാൽവരിനാഥൻ സഹിച്ച പങ്കപ്പാടുകളുടെ
ആ ഒരു വലിമയെ ഓർക്കണമെന്നും അത് നിമിത്തം നാം നമ്മുടെ ജീവിതത്തെ അവന് അടിയറ പറയണമെന്നും അത് നിമിത്തം നാം നമ്മുടെ കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കണമെന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം മുമ്പേ പാടിയായിരുന്നല്ലോ, ആ ക്രൂശിൽ ആ കർത്താവിന്റെ മരണത്തെ കുറിച്ചും ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്തുള്ളതൊക്കെ നാം ധ്യാനിച്ചുകൊണ്ടാണോ പാടിയത്? അതേ പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് കാൽവരി ക്രൂശിലാണ്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, ക്രോസ് was the junction where God's righteousness and God's love met together. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും കൂടെ സന്ധിച്ച സംഗമ സ്ഥാനമാണ് കാൽവരി. Cross was the spectacular climax of the love of God. ദൈവ സ്നേഹത്തിന്റെ ദൃശ്യമായ ആവിഷ്കാരത്തിന്റെ പരമകാഷ്ഠയായിരുന്നു കാൽവരി ക്രൂശ്. ഞാനും നിങ്ങളും പലപ്പോഴും താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്ന നന്മകളെ കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അവകളെ ഓർത്ത് ദൈവ സ്നേഹമാണെന്ന് നാം പലപ്പോഴും ധരിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ നാം ഓർക്കുക, എനിക്കും നിങ്ങൾക്കും ദൈവം നാം ആഗ്രഹിക്കുന്നത് തന്നില്ലെങ്കിലും, ഞാനും നിങ്ങളും ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിലും, ഞാനും നിങ്ങളും ദൈവത്തോട് അഭിലഷിക്കുന്നത് ദൈവം പൂർത്തീകരിച്ചില്ലെങ്കിലും, അവൻ നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നത് കാൽവരിയുടെ ഇരിമുകളിലാണ്. സ്തോത്രം. ബ്രോയിലർ കോഴിയെ നമുക്കറിയാം, ഇറച്ചിക്കോഴി. അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നു. അതിന് ചികഞ്ഞ് ഒന്നും തിന്നണ്ട. അതിന്റെ കൂട്ടിൽ 24 മണിക്കൂറും വെള്ളവും തീറ്റയും എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ 24 മണിക്കൂറും അതിന് തീറ്റയും വെള്ളവും കിട്ടുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അതിന് തീറ്റയും വെള്ളവും കൊടുക്കുന്നത് വളർത്താനല്ല, അതിനെ കൊല്ലാനാണ്. ഈ ലോകത്തിൽ കൊല്ലാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങൾക്കും അതിന്റെ കശാപ്പുകാരൻ തീറ്റയും വെള്ളവും നിഷേധിക്കുന്നില്ലെങ്കിൽ, ഭൗമിക ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന ഭൗമിക ദാനങ്ങൾ നിമിത്തം ദൈവത്തിന്റെ സ്നേഹത്തെ ഒരിക്കലും അളക്കരുത്. സ്തോത്രം. കശാപ്പിന് വേണ്ടി ഒരുങ്ങുന്നവരും നിത്യ നരകത്തിനു വേണ്ടി ഒരുങ്ങുന്നവരും ഒരുപക്ഷെ ഭൗമ നന്മകൾ ദൈവം വിലക്കി എന്ന് വരികയില്ല കേട്ടോ. പക്ഷേ ദൈവത്തിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ഭക്തന് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് പോലെയുള്ള ഭൗമ നന്മകൾ ഒരുക്കി എന്ന് വരില്ല. അത് നിമിത്തം നാം ദൈവ സ്നേഹത്തെ അളക്കരുത്. പ്രത്യുത ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ നിങ്ങൾ അളക്കേണ്ടത് സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന കാൽവരിയെ നോക്കിക്കൊണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ മരണം വധശിക്ഷയായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം കൊലപാതകമായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം രക്തസാക്ഷിത്വമായിരുന്നില്ല. ആരെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്? കുറ്റവാളികളെ. എന്റെ യേശു കുറ്റം ചെയ്തിരുന്നുവോ? ഇല്ല. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരുവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളത് തെറ്റായ പ്രവണതയല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ മരണം വധശിക്ഷ എക്സിക്യൂഷൻ ആയിരുന്നില്ല എന്ന്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിഷ്പാപ അവസ്ഥയ്ക്ക്, നിരപരാധിത്വത്തിന്, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധിക്ക് കുറഞ്ഞപക്ഷം 6 പേരെങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും 3 യഹൂദന്മാരുടെ ന്യായാധിപ സംഘം, സൻഹദ്രീൻ ന്യായാധിപ സംഘം എന്ന ആ കോടതിയിലും ഇങ്ങനെ 3 മത കോടതികളിൽ ഒരു രാത്രി തന്നെ മാറി മാറി വിസ്തരിച്ചു. എന്നിട്ട് അടുത്ത അതിപ്രഭാതത്തിൽ തന്നെ പീലാത്തോസിന്റെയും പിന്നെ ഹെരോദാവിന്റെയും വീണ്ടും പീലാത്തോസിന്റെയും ഇങ്ങനെ 2 സിവിൽ കോടതികളിലായി 3 പ്രാവശ്യവും അങ്ങനെ 3 6 പ്രാവശ്യം 5 കോടതികളിലായി എന്റെ യേശുവിനെ വിസ്തരിച്ചു. എപ്പോഴൊക്കെയും 6 സാക്ഷികളെങ്കിലും യേശുവിൽ കുറ്റമില്ലെന്ന് സാക്ഷീകരിച്ചു. 1 പീലാത്തോസിന്റെ ഭാര്യ, 2 പീലാത്തോസ്, 3 യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ ഇസ്കറിയോത്താവ്, 4 മാനസാന്തരപ്പെട്ട കള്ളൻ, പിന്നീട് ഹെരോദാവ്, 6 ശതാധിപൻ. ഇങ്ങനെ 6 പേരെങ്കിലും, അതിൽ 5 പേർ ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പും ഒരാൾ മരണവേളയിലും യേശു ക്രിസ്തുവിൽ കുറ്റമില്ല എന്ന് സാക്ഷ്യം പറഞ്ഞു.
അങ്ങനെ ഒരു കുറ്റവും ഇല്ലെന്ന് 6 പേര് സാക്ഷ്യം പറഞ്ഞ യേശുവിന്റെ മരണം എങ്ങനെ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന വധശിക്ഷയാകും? ആകത്തില്ല, ഒരിക്കലുമില്ല. യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി വിധിച്ച പീലാത്തോസ് തന്നെ ഏറ്റവും ഒടുവിൽ വിധി പ്രസ്താവം നടത്തുമ്പോൾ ലൂക്കോസ് 23-ാം അധ്യായത്തിന്റെ 4, 15, 22 വാക്യങ്ങളിലായി 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു, യേശുവിൽ കുറ്റമൊന്നുമില്ല, അവൻ മരണകരമായതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും കുറ്റമൊന്നും കണ്ടെത്താത്ത 6 സാക്ഷികൾ ഇവരിൽ കുറ്റമില്ലെന്ന് സാക്ഷീകരിച്ച ഏറ്റവും ഒടുവിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ 3 പ്രാവശ്യം ആവർത്തിച്ച് പരസ്യമായി ഇവരിൽ കുറ്റമില്ല എന്ന് വിധിച്ച യേശുക്രിസ്തുവിന്റെ മരണം എങ്ങനെ വധശിക്ഷയാകും? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇന്ന് രാത്രിയിൽ ഓർക്കണേ, അങ്ങനെ ഇവരെല്ലാവരും യേശുക്രിസ്തുവിന്റെ നിരപരാധിത്വത്തിനും നിഷ്കളങ്കത്വത്തിനും സാക്ഷി പറഞ്ഞിട്ട് മരിച്ച ചൊരിഞ്ഞ രക്തം എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമായ പുണ്യാഹ രക്തമാണ്. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തമല്ലാതെ ഇപ്രകാരം ഒരു പുണ്യാഹ രക്തമില്ല. പുണ്യാഹ രക്തത്തിന്റെ അർത്ഥം മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ, sinless as well as cleansing, പാപരഹിതവും ശുദ്ധീകരിക്കുന്നതുമായ രക്തം യേശുവിൻ്റെതല്ലാതെ വേറെ ആരുടെയുമില്ല. സ്തോത്രം. പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾ ഏറ്റുപറയുന്ന നസറായനായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന വാർത്ത എനിക്കും നിങ്ങൾക്കും ലോകത്തോട് വിളിച്ചു പറയുവാൻ ലജ്ജിക്കേണ്ടതില്ല. കാരണം ഒരു കുറ്റവാളിയായിട്ടല്ല അവൻ മരിച്ചത്. അവനിൽ കുറ്റം കണ്ടിട്ട് വധശിക്ഷ ഏറ്റു മരിച്ചതായിരുന്നുവെങ്കിൽ നാം ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി ലോകത്തോട് നമ്മുടെ ഗുരുനാഥൻ മരിച്ചെന്ന് വിളിച്ചു പറയില്ലായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവും മരിച്ചെന്ന് മൈക്ക് വെച്ച് കെട്ടി, ഉച്ചഭാഷണി വെച്ച് കെട്ടി ലോകത്തോട് വിളിച്ചു പറയുവാൻ എനിക്കും നിങ്ങൾക്കും അഭിമാനം ഉണ്ടാകുന്നത് ഈ കാരണത്താലാണ്. അവന്റെ മരണം വധശിക്ഷയായിരുന്നില്ല. വധശിക്ഷയ്ക്ക് കുറ്റം നിമിത്തം വിധിക്കപ്പെട്ടവനായിരുന്നു നമ്മുടെ നേതാവെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അഭിമാനമായതിനും? ഒരിക്കലും ഇല്ലല്ലോ. ഇന്ന് രാത്രിയിൽ ഓർക്കണേ, അങ്ങനെ കുറ്റം ചെയ്യാത്തവൻ നമ്മുടെ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. ക്രൂശിൽ നമ്മുടെ കർത്താവ് മരിച്ചപ്പോൾ, സ്തോത്രം, 2 ബില്ലുകൾ അവൻ പൂർണ്ണമായും കൊടുത്തു തീർക്കുകയായിരുന്നു. 2 പേയ്മെന്റുകൾ അവൻ ഒടുക്കി തീർക്കുകയായിരുന്നു. സ്തോത്രം. ഒന്നാമത്തെ പേയ്മെന്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ബില്ല് അവൻ കൊടുത്തു തീർത്തത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും അവൻ കാൽവരി ക്രൂശിൽ കൊടുത്തു തീർത്തു. 2, നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില മുഴുവനും അവൻ ക്രൂശിൽ കൊടുത്തു തീർത്തു. ഇന്ന് രാത്രി ഓർക്കണേ പ്രിയരെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ 2 കാര്യങ്ങളിൽ ക്രൂശിൽ നിവർത്തിച്ചു. ഒന്ന്, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും അവൻ ഏറ്റു. സ്തോത്രം. He paid the penalty of our sins in full on the cross. കാൽവരിയിൽ അവൻ രക്തം ചിന്തിയപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും, പാപത്തിന്റെ കടം മുഴുവനും അവൻ ഒടുക്കി തീർക്കുകയായിരുന്നു. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ കടം ഒടുക്കി തീർത്ത വേറെ ഒരുവനില്ല, വേറെ ഒരുവനില്ല. ഞാൻ നിങ്ങൾ ഏറ്റുപറയുന്ന നസറായനായ യേശു മാത്രമേ നമ്മുടെ പാപക്കടം മുഴുവനും ഒടുക്കി തീർത്തവനായിട്ടുള്ളൂ എന്നതുകൊണ്ട് നാം നമ്മുടെ ശിഷ്ട ആയുസ് മുഴുവനും അവന്റെ വകയായി തന്നെ ജീവിക്കണം. 2, നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില മുഴുവനും കൊടുത്തു തീർത്തതും മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയും പോലെ ഇനിയും നാം നമുക്ക് തന്നെ ഉള്ളവരല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ കർത്താവിനുള്ളവരായി ജീവിക്കണം. ഇന്ന് രാത്രി ഒന്ന് ഓർക്കണേ സഹോദരങ്ങളെ. സ്തോത്രം. നമ്മുടെ കർത്താവ് ക്രൂശിൽ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? നമ്മുടെ കർത്താവിന്റെ ഈ ക്രൂശീകരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഭക്തന്മാര് പറയാറുണ്ട്, മലയാളത്തിലെ ഗ എന്ന അക്ഷരം നാം 3 പ്രാവശ്യം ഓർക്കണമെന്ന്. ഇംഗ്ലീഷിലെ ജി എന്ന അക്ഷരം 1 ഗദസമന, 2 ഗബ്ബഥ, 3 ഗോൽഗോഥ. എന്താണ് ഈ 3 സ്ഥലത്തും സംഭവിച്ചത്? യേശുവിന്റെ പുണ്യാഹ രക്തം ഈ 3 ഇടങ്ങളിലും നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു.
ഗെത്സമനയിൽ പ്രാണവേദന പോലെ ഉള്ളം വ്യാകുലപ്പെട്ടിട്ട് തന്റെ വിയർപ്പ് ഗ്രന്ഥികൾ കാപ്പിലറീസ് പൊട്ടി രക്തവും വിയർപ്പും കൂടെ കലർന്ന് രക്തത്തുള്ളികൾ വിയർപ്പു തുള്ളികളായി നിലംപതിച്ച ഇടമാണ് ഗെത്സമന. ഗബ്ബഥായോ തലയ്ക്ക് മുകളിൽ കൈകൾ ഉയർത്തിക്കെട്ടി വസ്ത്രം ഉരിഞ്ഞെടുത്ത് കുതിരയുടെ തോൽ കീറി ഉണ്ടാക്കിയ പല കയറുകൾ കെട്ടിയിട്ട അവയുടെ അഗ്രത്തിൽ രണ്ടിടത്ത് രണ്ട് ഈയക്കട്ടകൾ ഉണ്ടകൾ കെട്ടിയിട്ട ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് രക്തം മുഴുവനും ഒഴുകിയ സ്ഥലമാണ് ഗബ്ബഥ. അവിടെ നിന്നും പച്ച കുരിശും തുകളിലേറ്റുകൊണ്ട് ചെന്ന് മൂന്നാടികളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൂങ്ങപ്പെട്ടിട്ട് അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും വരെ ഒഴുക്കിയ സ്ഥലമാണ് ഗോൽഗോഥ. ഈ രാത്രി ഞാൻ എന്തെങ്കിലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ എന്തെങ്കിലും ഇവിടെ സമാധാനമായിട്ടിരിക്കുന്നു, നാം ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു, നാം ഇന്ന് പ്രത്യാശ അനുഭവിക്കുന്നു, ഞാൻ എന്തെങ്കിലും ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കുന്നു, മനസ്സിൽ സന്തോഷം അനുഭവിക്കുന്നു, സമൂഹത്തിൽ നാം ഔന്നത്യം അനുഭവിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ വേണ്ടി ഒരു വില കൊടുത്തവനുണ്ടെന്ന് നാം ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ ആ വില കൊടുത്തവന് വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ ശിഷ്ടകാലം എന്ന് പറയുന്നത്. സ്തോത്രം. ഓർക്കണേ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മതകോടതിയും സിവിൽ കോടതിയും ഒരുപോലെ വിധിച്ചിട്ടും എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപമാക്കപ്പെട്ട് കാൽവരി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റു മരിച്ചപ്പോൾ അവന്റെ പുണ്യാഹരക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കുകയായിരുന്നു. ഈ രാത്രി ആ കാഴ്ച നാം ഒന്ന് കാണുമോ സഹോദരങ്ങളെ? നാം ആ കാഴ്ച വേണ്ടതുപോലെ കണ്ടാൽ ഈ ലോകത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ഇടവരികയില്ല. നാം ആ കാഴ്ച വേണ്ടതുപോലെ കണ്ടാൽ നാം തമ്മിൽ സ്നേഹിക്കാതിരിക്കുകയില്ല. ആ കാഴ്ച നാം വേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ കർത്താവിനെ അക്ഷയതയോടെ നാം സ്നേഹിക്കാതിരിക്കുകയില്ല. സ്തോത്രം. ഈ രാത്രി ഒന്ന് ഓർത്തു നോക്കൂ. സ്തോത്രം. നമ്മുടെ പാപമെല്ലാം പിതാവ് അവന്റെ മേൽ ചുമത്തി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗെത്സമനയിൽ അവൻ നിസ്സഹായനായിട്ടല്ല പിടിക്കപ്പെട്ടത്. സ്തോത്രം. നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് പിടിക്കുവാൻ വന്ന ചേവകരോട് ചോദിച്ചപ്പോൾ നസറായനായ യേശുവിനെ എന്ന് പറയുകയും അത് ഞാൻ തന്നെ എന്ന വാക്കുകൾക്ക് മുമ്പിൽ ഞാൻ തന്നെ എന്ന വാക്കുകളിൽ ഉൾക്കൊണ്ടിരുന്ന ദൈവശക്തിയെ ആവാഹിക്കുവാൻ കഴിയാതെ പുറകോട്ട് വീഴുകയും ചെയ്തിട്ടും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ യേശു ശ്രമിക്കാതെ തന്റെ ശക്തി കുറച്ചുകൂടെ ഒതുക്കിയിട്ട് തന്നെ പിടിക്കുവാൻ വന്നവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലായിരുന്നുവോ നമ്മുടെ കർത്താവ് ചെയ്തത്? സ്തോത്രം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ അവർ കണ്ണുകെട്ടി കന്നത്തടിച്ചു, മുട്ടി ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു, മുൾക്കിരീടം മെടഞ്ഞവന്റെ തലയിൽ വെച്ചു. ആ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചതുറപ്പിച്ചു. അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവന്റെ നഗ്നമായ പുറവും വയറും തുടയും ഒരുപോലെ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചു. സ്തോത്രം. നാം പലപ്പോഴും ചിന്തിക്കുന്നത് 40 അടി അടിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഒന്നും കുറേ 40 അടിച്ചു എന്നാണ്. ചരിത്രം പഠിച്ചാൽ റോമക്കാർക്ക് അങ്ങനെ കണക്കില്ല. അവരുടെ ശതാധിപന് എപ്പോൾ വരെ മരണം വരിക്കാതെ അല്ലെങ്കിൽ മരിക്കാതെ അടികൊള്ളുവാൻ കുറ്റവാളിക്ക് കഴിയുമെന്ന് ശതാധിപന് തോന്നുന്നത് വരെ അടിക്കും. യഹൂദന്മാർക്കാണ് 1 കുറേ 40 എന്നുള്ള കണക്കുള്ളത്. അപ്പോൾ യേശുവിന് 1 കുറേ 40 അടിയല്ല, യേശുവിന് സഹിക്കാവുന്നിടത്തോളം അവർ അവനെ അടിച്ചു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെയെങ്കിൽ യേശുവിനെ നിർവസ്ത്രനാക്കി തലയ്ക്ക് മുകളിൽ കൈ കെട്ടിയിട്ടിട്ട് അവനെ അടിച്ചു. പല കയറുകളുള്ള ആ ചാട്ട ചുഴറ്റി അവന്റെ പുറത്തടിച്ചിട്ട് ആ ചാട്ട ചുറ്റി അവന്റെ വയലിലൂടെ വരുമ്പോൾ അത് താനെ അഴിഞ്ഞു വീഴും മുമ്പ് തന്നെ അവർ ആ ചാട്ട വലിച്ചെടുക്കും. ആദ്യമൊക്കെ ആ അടികൊണ്ട് ശരീരം ആസകലം
മുറിവുകളുണ്ടായി. ത്വക്ക് മുറിഞ്ഞു, ചോര ഒഴുകുവാൻ തുടങ്ങി. ഏതാണ്ട് മരിക്കുമെന്ന അവസ്ഥയായപ്പോൾ അവർ അവനെ അഴിച്ചുവിട്ടു. എന്നിട്ട് ഒരു ചുവന്ന വസ്ത്രം, രക്താംബരം അവനെ ധരിപ്പിച്ചു. രക്താംബരം ധരിപ്പിച്ചതിന് പിറകിൽ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, അവന്റെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തത്തിന്റെ അളവ് പൊതുജനം അറിയരുത്. രണ്ട്, രക്താംബരം പാപത്തിന് പ്രതീകമാണ്. അവനെ രക്താംബരം അവർ ധരിപ്പിച്ചപ്പോൾ പിതാവായ ദൈവം നമ്മുടെ എല്ലാം പാപം യേശുവിന്റെ മേൽ ചുമത്തിയതിന് അത് പ്രതീകമായി നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഓർക്കണേ, നമ്മുടെ മുഴുവൻ പേരുടെയും പാപം തന്റെ മേൽ ഏറ്റുകൊണ്ടാണ് അവൻ ഈ പുണ്യാഹരക്തം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒഴുക്കിയത്. സ്തോത്രം. അങ്ങനെ കിടന്ന യേശു അല്പസമയോടെ വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വന്നവൻ പുതച്ചിരുന്ന വസ്ത്രം പെട്ടെന്ന് എടുത്തു മാറ്റി. ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും മുറിവ് വെച്ച് കെട്ടിയിട്ട് ആ വെച്ചുകെട്ട് പതുക്കെ അല്ലാതെ പെട്ടെന്ന് വലിച്ചഴിച്ചാൽ എമ്മാത്രം വേദന നമുക്ക് തോന്നും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ പച്ച മുറിവുകൾ മുഴുവനും ആ സമയത്ത് വീണ്ടും രക്തമൊഴുകുന്നതായി മാറി. എന്നിട്ട് 150ഓളം കിലോ തൂക്കം വരുന്ന കുരിശിന്റെ ആ ക്രോസ് ബാർ, ഏതാണ്ട് 50 കിലോയിലധികം വരും. ആ ക്രോസ് ബാർ യേശുവിന്റെ മുറിഞ്ഞ പുറത്ത് വെച്ച് കെട്ടി, രണ്ട് കൈകളും ആ കുരിശിന്റെ ക്രോസ് ബാറിനോട് ചേർത്ത് കെട്ടി. ഇതുമായിട്ടാണ് 65 യാർഡുകൾ അവനെ നടത്തി ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോയത്. ചരിത്രകാരന്മാര് പറയുന്നത് ആ പോക്കിൽ ഏതാണ്ട് 3 എന്റെ യേശു കവിണ്ണു വീണു. പുറത്ത് നെടുകെ വെച്ച് കെട്ടിയ ആ തടിക്കഷണവുമായി അവൻ വീണിട്ട് എഴുന്നേൽക്കുവാൻ വയ്യാതെയായപ്പോൾ അവനെ ക്രൂശിക്കേണ്ട ചുമതലയുള്ള ശതാധിപൻ ഒരു ഭയം, ക്രൂശിക്കപ്പെടും മുൻപ് ഇയാൾ മരിക്കുമോ എന്ന്. അതുകൊണ്ട് ആ കുരിശു ചുമക്കുവാൻ സഹായിക്കേണ്ടതിന് കുറേനക്കാരനായ ശീമോനെ അവിടെ വിളിച്ചു വരുത്തി അവനെയും കൊണ്ട് ആ കുരിശ് താങ്ങി എടുപ്പിച്ച് ഗോൽഗോഥായിൽ കൊണ്ടുചെന്നു. 3/4 ഇഞ്ചോളം കനമുള്ള, ഏതാണ്ട് 8-9 ഇഞ്ച് നീളമുള്ള ഇരുമ്പാണികൾ യേശുവിന്റെ റിസ്റ്റിൽ, പാമിലല്ല, കൈപ്പത്തിയിലല്ല, റിസ്റ്റിൽ ആഞ്ഞടിച്ചു. രാവിലെ 9 മണിക്ക് എന്റെ യേശുവിനെ അവർ ക്രൂശിച്ചു. മർക്കോസ് 15:25 വാക്യത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ യേശുവിനെ ക്രൂശിച്ചിട്ട്, സ്തോത്രം, വൈകുന്നേരം 3 മണി വരെയുള്ള 6 മണിക്കൂർ കൊണ്ട് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ ആ വെയിലേറ്റ്, ചൂടേറ്റ്, വെള്ളം കുടിക്കാതെ അവൻ തൂങ്ങിക്കിടന്നു. അതിനിടയിലാണ് അവർ അവന് കയ്പ് കാടി കൊടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് ലോക്കൽ അനസ്തേഷ്യയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള പാപത്തിന്റെ ശിക്ഷ ബോധമില്ലാതെ സഹിക്കുവാൻ അവൻ ആഗ്രഹിക്കാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള പാപത്തിന്റെ ശിക്ഷ മുഴുവനും അവസാനം വരെ സുബോധത്തോടുകൂടെ തന്നെ, മനസ്സോടുകൂടെ തന്നെ സഹിച്ചുകൊണ്ട് അവൻ മരിക്കുവാൻ ആഗ്രഹിച്ച് ആ കാടി അവർ ഉപേക്ഷിച്ചത്. ഈ രാത്രി ഒന്ന് ഓർത്തു നോക്കിക്കേ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇങ്ങനെ കഷ്ടം സഹിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? നാം ഈ കർത്താവിന്റെ സ്നേഹത്തെ എത്രയോ പ്രാവശ്യം മറന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നാം ഇത് ഓർക്കാതിരുന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ വളരെ ശാന്തമായി നമുക്ക് ആ കാൽവറിയെ ഒന്ന് ഓർക്കാം. നമുക്ക് ആ കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ചോദിച്ചതൊന്നും നീ എനിക്ക് തന്നില്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചതൊന്നും നീ എനിക്ക് തന്നില്ലെങ്കിലും, സ്തോത്രം, ഞാൻ ഉപവസിച്ചതിന് തക്കവണ്ണമൊന്നും, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഭൗമിക ഉയർച്ചകൾ എനിക്ക് തന്നില്ലെങ്കിലും, പലപ്പോഴും നിന്റെ സ്നേഹത്തെ ഞാൻ കർത്താവെ സംശയിച്ചു പോയി. ക്ഷമിക്കണമേ. എന്നാൽ എന്നോടുള്ള നിന്റെ സ്നേഹം വെളിപ്പെട്ടത് എനിക്ക് വേണ്ടി പാപമായി തീർന്ന നിന്റെ പുത്രന്റെ ക്രൂശുമരണത്തിലാണല്ലോ. എനിക്ക് വേണ്ടി ഈ 3/4 ഇഞ്ച് കനവും 8-9 ഇഞ്ച് നീളവുമുള്ള കാലിലും പാണികളിൽ
തൂങ്ങപ്പെട്ടവനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ, ഇരു കള്ളന്മാർക്കും മധ്യേ നഗ്നനായി തൂങ്ങിക്കിടക്കുന്ന എന്റെ ആത്മനാഥ, ഞാൻ പലപ്പോഴും നീ എനിക്ക് വേണ്ടി സഹിച്ച കഷ്ടതകളെ മറന്നിട്ട് ലോകത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന് കർത്താവിനോട് ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞുകൊണ്ട് തിരുമുമ്പിലേക്കൊന്ന് മടങ്ങി വരുവാൻ നാം ഇന്ന് രാത്രി ആഗ്രഹിക്കുമോ സഹോദരങ്ങളെ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ സ്നേഹം നാം ഒന്നറിയണമെന്നാണ്. നമ്മുടെ കർത്താവിന്റെ സ്നേഹം നാം ഒന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ രാത്രി ആ പുണ്യാഹ രക്തം ഒഴുകിയതിനെ കുറിച്ച് ഒന്നോർത്തിട്ട് ആ ക്രൂശിക്കലേക്ക് നാം ഒന്ന് അടുത്തു വരുമോ? നമ്മുടെ ഹൃദയം ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഉടയണം. ഈ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയം തകരണം. ഈ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകൾ ഈറനണിയണം. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ നാം നമ്മെ തന്നെ അടിയറ വയ്ക്കണം. സ്തോത്രം. ഈ ലോകത്തിൽ നന്മകൾ തരുവാൻ പലരെ കാണും, സൗഖ്യം തരുവാൻ പലരെ കാണും, ഉയർച്ച തരുവാൻ പലരെ കാണും. എന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പുണ്യാഹ രക്തം തന്ന നസറായനായ യേശുവിനെ പോലെ മറ്റൊരാളില്ലായകയാൽ ആ നിസ്തുലനായ ദൈവത്തിന്റെ നിസ്തുലമായ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ രാത്രി നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ നാം നമ്മെ സമർപ്പിക്കുമോ? നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കുവാൻ നീ എന്നിൽ എന്താണ് കണ്ടത്? സ്തോത്രം. സ്തോത്രം. ഈ സ്നേഹം നാം തിരിച്ചറിയുന്നെങ്കിൽ ഇനി നാം മറ്റൊന്നിനെയും ഈ ലോകത്തിൽ സ്നേഹിക്കുന്നില്ല. മറ്റൊരു സ്നേഹവും നമുക്ക് പ്രിയങ്കരമായി തോന്നുകയില്ല. സ്തോത്രം. ഇത് നിമിത്തം നാം നിരന്തരം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നവരും സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കും. ഒന്ന് ഓർത്തു നോക്കിക്കേ, ജനിച്ചപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി നഗ്നതയേറ്റവൻ, മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി നഗ്നതയേറ്റവൻ. സ്തോത്രം. നാം പടത്തിലൊക്കെ കാണുന്നത് നാണിടം മറച്ചു കിടക്കുന്ന ഒരു യേശുവിനെയാ. എന്നാൽ അല്ല, ക്രൂശ് ചുമലിൽ വെച്ച് കെട്ടി ഗോൽഗോഥായിലേക്ക് ക്രൂശിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മുതൽ പൂർണ്ണമായും നഗ്നനായിട്ടാണ് ഈ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നവനെ കൊണ്ടുപോകുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ യേശുവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചതുപോലെ, സ്തോത്രം, അവനെ കാണുന്നവരൊക്കെയും മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനായിരുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ, അതെ, നമ്മുടെ കർത്താവിന്റെ നിന്ന എന്ന് പറയുന്നത് അവന്റെ വസ്ത്രം അഴിച്ച് 33 വയസ്സുള്ള ചെറുപ്പക്കാരനെ അവന്റെ അമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ മുൻപിലൂടെ നഗ്നനായി നടത്തിക്കൊണ്ട് പോകുന്ന ആ കാഴ്ച ഒന്ന് ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയായിരുന്നു? പാപം നിമിത്തം ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, തേജസ്സിന്റെ വസ്ത്രം നെയ്തെടുക്കുവാൻ അവൻ നിർവസ്ത്രനായി തീർന്ന ആ വലിയ സ്നേഹം എന്ന് രാത്രി ഒന്ന് ഓർക്കുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും വേണ്ടി നീതിയുടെ വസ്ത്രവും തേജസ്സിന്റെ വസ്ത്രവും നെയ്തെടുക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ ഏകജാതനായവൻ മഹത്വത്തിന്റെ വസ്ത്രവും ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ നഗ്നത മറയ്ക്കുവാനുള്ള വസ്ത്രവും പോലും ഉരിഞ്ഞു വെച്ച് നഗ്നതയേറ്റവനും അവൻ നീതിയുടെയും തേജസ്സിന്റെയും വസ്ത്രം നെയ്തെടുത്തവനുമാണ് യേശുവെന്നും അത് നെയ്തെടുത്ത നെയ്ത്തുശാലയാണ് കാൽവറി എന്നും ഈ രാത്രി മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ അടുക്കലേക്ക് നാം ഒന്ന് ഓടി വരുമോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദാഹം അകറ്റുവാൻ തലേ ദിവസം രാത്രി മുതൽ മുഴു ദിവസവും പിറ്റേന്ന് ഏതാണ്ട് 3 മണി വരെയുള്ള സമയങ്ങളിലും ദാഹം കൊണ്ട് വലഞ്ഞവനായ നമ്മുടെ കർത്താവിനെ നാം ഒന്ന് ഓർക്കുമോ? എന്റെ നാവണ്ണാക്കോട് പറ്റിപ്പോകുന്നെന്ന് 22-ാം സങ്കീർത്തനത്തിൽ വായിക്കും പോലെ ദാഹം കൊണ്ട് നാവണ്ണാക്കോട് പറ്റി, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും വേണ്ടി കഷ്ടതയേറ്റ എന്റെ യേശു വൈദ്യശാസ്ത്ര പ്രകാരം ശരീരത്തിലുള്ള ഏതാണ്ട് 5.5 ലിറ്റർ രക്തവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റിയവൻ. സ്തോത്രം. എന്റെ അറിവനുസരിച്ച് ഒരു അമ്മ പോലും സ്വന്തം കുഞ്ഞിന് രക്തം കൊടുത്താൽ ഏതാണ്ട് 300 മില്ലിയെ കൊടുക്കൂ. എന്നാൽ എന്റെ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്തം തന്നത് 300 മില്ലി അല്ല, 3 ലിറ്റർ അല്ല, ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന 5.5 ലിറ്ററോളം രക്തവും അവസാന തുള്ളി വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റി തന്നുകൊണ്ടാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം അവൻ ക്രൂശിൽ ഒഴുകിയത്. ഹല്ലേലൂയ. രക്തം മാത്രമല്ല,
ഒരു മനുഷ്യ ശരീരത്തിന്റെ തൂക്കത്തിന്റെ ഏകദേശം 60% വെള്ളമാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 70-80 കിലോ തൂക്കം യേശുവിന് ഉണ്ടായിരുന്നെങ്കിൽ 45 തൊട്ട് 50 ലിറ്റർ വെള്ളം വരെയും എന്റെ യേശു കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റിത്തന്നു. പ്രിയരെ, അങ്ങനെ ശരീരത്തെ രക്തവും വെള്ളവും വാർന്ന് അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച എന്റെ യേശുവിനെ ഈ രാത്രിയിൽ സ്തോത്രം ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുകൊള്ളുമോ? ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് ഈ ക്രൂശിംഗിലേക്ക് ഒന്ന് അടുത്തു വരുമോ? നാം രക്ഷിക്കപ്പെട്ടവരാ, ശരിയാ. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവരാ, ശരിയാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ അവന്റെ സ്നേഹത്തിലെ ഒന്ന് ഓർത്ത് അവന്റെ സ്നേഹത്തിന്റെ ആ മാരണത്തിലേക്കൊന്ന് മടങ്ങി വരുക. ഈ കർത്താവിനെ മാത്രം അക്ഷയതയോടെ സ്നേഹിക്കുക. ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. മറ്റൊന്നും നമുക്ക് കർത്താവിൽ നിന്നും ആഗ്രഹിക്കേണ്ട. സ്വന്തം പുത്രനെ ആദരിയാതെ ഇത്രമാത്രം നമുക്ക് ഏൽപ്പിച്ചു തന്നെങ്കിൽ, സ്വന്തം ജീവനെ ആദരിയാതെ ഇവയെല്ലാം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ, അതിൽ ആനന്ദം കണ്ടെത്തി നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? സ്തോത്രം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം. സ്തോത്രം. വാസ്തവമായും നാം ഈ കർത്താവിനെ സ്തോത്രം സ്നേഹിക്കുന്നെങ്കിൽ, അവന്റെ സ്നേഹം എനിക്ക് നിങ്ങൾക്കും വാസ്തവമായും തിരിച്ചറിയുവാൻ കഴിയുന്നെങ്കിൽ, സ്തോത്രം, ഒരു നിമിഷം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഈ കർത്താവിനെ സ്തോത്രം ഒരു നന്ദി പറഞ്ഞ് ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ നിന്നോട് എന്തെങ്കിലും ഒക്കെ ചോദിച്ചാലും അതൊന്നും തന്നില്ലെങ്കിലും സാരമില്ല നാഥ. നീ എനിക്ക് വേണ്ടി തന്ന, നീ എനിക്ക് വേണ്ടി ഒഴുക്കിയ പുണ്യാഹ രക്തത്തിന്റെ ഓർമ്മയിൽ എന്റെ ജീവിതം മുഴുവനും കഴിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന സമർപ്പണത്തോടെ നമുക്ക് സമർപ്പിക്കാം. നാം വന്നിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാകയാൽ ആ രക്തത്തിനു വേണ്ടി നന്ദിയുള്ളവരായി നിരന്തരം നിത്യതയിലാക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനോടുകൂടെ നിത്യതയിൽ നാം ആയിരിക്കേണ്ടതിനുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.